കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധിയുടെ ഓഫീസിൽ ലഞ്ച് ബ്രേക്കിൻ്റെ സമയമായിരുന്നു. നിധിയും ദിവ്യയും ഒരു ടേബിളിൽ ഇരുന്ന് ലഞ്ച് ബോക്സ് തുറക്കാനായി തുടങ്ങുമ്പോഴേക്കും അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുന്ന MDക്ക് കൂടെ ഇരിക്കുന്ന ഒരു സ്റ്റാഫ് ചിക്കൻ കറി വിളമ്പാനായി തുടങ്ങുന്നുണ്ടെങ്കിലും താൻ നോൺ വെജ് ഒന്നും കഴിക്കില്ലെന്നും തനിക്കിന്ന് നൊയമ്പാണെന്നും അപ്പുറത്തെങ്ങാനും മാറിയിരിക്കെന്നും പറഞ്ഞ് MD അവനെ വഴക്ക് പറഞ്ഞ് ഓടിക്കുമ്പോഴേക്കും അവൻ നിധിയുടെയും ദിവ്യയുടെയും അരികിലേക്ക് ചെന്ന് അവർക്ക് കുറച്ച് ചിക്കൻ കറിയെല്ലാം കൊടുത്ത് അപ്പുറത്ത് മാറിയിരുന്ന് കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് അവരുടെ ബോസ് സിദ്ധാർത്ഥ് അങ്ങോട്ട് വരുന്നത്. എല്ലാവരും കഴിക്കാൻ തുടങ്ങിയോ? തനിക്കിരിക്കാൻ സ്പേസ് ഉണ്ടോ എന്ന് സിദ്ധാർത്ഥ് വിളിച്ചു ചോദിക്കേ. ഇവിടെ ഒഴിവുണ്ടെന്നും ഇങ്ങോട്ട് വന്നിരിക്കെന്നും ദിവ്യ വിളിച്ചു പറയുന്നുണ്ട്. അവൻ സന്തോഷത്തോടെ അവരുടെ അരികിലേക്ക് ചെന്നിരുന്ന് രണ്ടാളും നല്ല കൂട്ടായല്ലോ, ജോബെല്ലാം എങ്ങനെയുണ്ടെന്ന് നിധിയോടായി സിദ്ധാർത്ഥ് ചോദിക്കുക. നന്നായി പോകുന്നു എന്ന് നിധിയും. സിദ്ധാർത്ഥ് സാലഡ് കഴിക്കണ കണ്ട് ദിവ്യയും ചോദിക്കുന്നുണ്ട്, എന്താ ബോസ്, ഡയറ്റ് ആണോ? സാലഡാണല്ലോ കഴിക്കുന്നതെന്ന്. ഇറ്റ്സ് ലോഡഡ് വിത്ത് പ്രോട്ടീൻ, ഹെൽത്തി. ആക്ച്വലി നിങ്ങൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ ഫുഡുകളൊക്കെ കഴിക്കാം, എങ്ങനെയുള്ള ഫുഡുകളൊന്നും കഴിക്കരുതെന്ന് സിദ്ധാർത്ഥ പറയേ. ഞാൻ ഹെൽത്തി ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്, കണ്ടില്ലേ സാൻഡ്വിച്ച് എന്ന് ദിവ്യയും. അങ്ങനെ അവർ മൂന്നുപേരും ഓരോന്ന് സംസാരിച്ച് സന്തോഷത്തോടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് നിധി ഫുഡ് കഴിച്ചു കഴിഞ്ഞ് തന്റെ ലഞ്ച് ബോക്സും എടുത്ത് കഴുകാനായി പോവുകയാണ്. അവിടെ ടാക്സിയിൽ റെസ്റ്റ് എടുക്കുകയായിരുന്ന സുധീഷും നിധി ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും? വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് മൊബൈൽ എടുത്ത് വിളിക്കാനായി തുടങ്ങുകയാണ്. നിധിയും കൈ കഴുകി അങ്ങോട്ടെത്തുമ്പോഴാണ് തന്റെ മൊബൈൽ റിംഗ് ചെയ്യുന്നത്. സുധീഷിന്റെ കോളാണെന്ന് കണ്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞവൾ അപ്പുറത്തേക്ക് മാറി നിന്ന് സുധീഷിന്റെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അവൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും സുധീഷും ഹലോ, ജോലിയിലായിരുന്നോ എന്ന് ചോദിക്കേ. ഇല്ലില്ല, പറ എന്ന് നിധിയും. നിങ്ങൾക്കിപ്പോ ലഞ്ച് ടൈം അല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. അതെ, ഇപ്പൊ കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ എന്ന് നിധിയും. അതെനിക്കറിയാം, അതുകൊണ്ടാണ് കറക്റ്റ് ലഞ്ച് ടൈം ആവട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്ത് നിധിയെ വിളിച്ചതെന്നും ഓഫീസ് ടൈമിൽ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ എന്നും സുധീഷ് പറയുന്നുണ്ട്. കഴിച്ചോ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കേ. കഴിച്ചെന്ന് ഇപ്പൊ പറഞ്ഞതല്ലേ എന്ന് നിധിയും. ചിരിയോടെ ഓക്കെ ഓക്കെ സൂപ്പർ, ഓഫീസിൽ ഫ്രണ്ട്സുമായിട്ട് സെറ്റായോ എന്ന് സുധീഷ് ചോദിക്കും. സെറ്റായെന്ന് നിധിയും. സുഭാഷേട്ടൻ നിധിക്കും സാമ്പാറും തോരനുമാണോ തന്നുവിട്ടത് എന്ന് സുധീഷ് ചോദിക്കേ. അത് എന്ന് നിധി പറയുന്നുണ്ട്. ഞാനും അത് തന്നെയാ എടുത്തിട്ട് വന്നത്, അത് അങ്ങനെ വെച്ച് ഹോട്ടലിൽ പോയി ബിരിയാണി കഴിച്ചാലോന്നാ ഞാൻ ചിന്തിക്കുന്നത് എന്ന് സുധീഷ് പറയേ. നല്ല ഫുഡാണല്ലോ, ഫുഡ് വെച്ചിട്ട് പിന്നെന്തിനാ ഹോട്ടലിൽ പോയി കഴിക്കുന്നത്? അത് കഴിക്കാൻ നോക്ക്, തോരൻ ഞാനാ ഉണ്ടാക്കിയത് എന്ന് നിധി പറയും. ഓ, നിധിയാണോ തോരൻ ഉണ്ടാക്കിയത്? പിന്നെന്തിന് ഞാൻ അത് മിസ്സാക്കണം, ഉറപ്പായും ഞാൻ കഴിക്കും എന്ന് പറഞ്ഞ് സംശയത്തോടെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവൻ ചോദിക്കുക. കൂടെ ദിവ്യ എന്ന ഫ്രണ്ടുണ്ട്, അവളുടെ കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടാ ഞങ്ങൾ ഫുഡ് കഴിച്ചത് എന്നവൾ പറയുമ്പോഴേക്കും MDയുടെ ടേബിൾ ക്ലീൻ ചെയ്യുകയായിരുന്ന ക്ലീനിങ് സ്റ്റാഫിന്റെ കൈ തട്ടി കുറച്ചു വേസ്റ്റ് MDയുടെ ദേഹത്തേക്ക് വീഴുമ്പോഴേക്കും അദ്ദേഹം അവനോട് ദേഷ്യത്തോടെ ഒച്ചവെക്കാൻ തുടങ്ങുക. അറിവില്ലേ നിനക്ക്, ഒരു ജോലിയും നന്നായി ചെയ്യാൻ അറിയില്ലേ? പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് ജോലിക്ക് വരുന്നത്? നിങ്ങളെയൊക്കെ ഈ കമ്പനിയിൽ ജോലിക്ക് എടുത്തവരില്ലേ, അവര് പറയണം എന്നൊക്കെ MD ആ ക്ലീനിങ് സ്റ്റാഫിനെ ചീത്ത വിളിക്കുന്നത് മൊബൈലിലൂടെ സുധീഷും കേൾക്കുകയാണ്. നിധിയും പെട്ടെന്ന് തന്നെ സുധീഷിനോടായി ശരി ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറയേ. എന്താ നിധി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരാ അത് എന്ന് ചോദിക്കേ. അവൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുക. നിധി കോൾ കട്ട് ചെയ്യുക. സുധീഷും അവളെയാണ് ചീത്ത വിളിക്കുന്നതെന്ന് ചിന്തിച്ച് ദേഷ്യത്തോടെ പെട്ടെന്ന് തന്നെ വണ്ടിയും എടുത്ത് ആ കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. MD അപ്പോഴും ആ സ്റ്റാഫിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. എന്താ നീ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ലേ നിനക്ക്, സ്റ്റുപ്പിഡ്, വിവരമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് MD ദേഷ്യത്തോടെ ഒച്ചവെക്കേ. സിദ്ധാർത്ഥം അദ്ദേഹത്തിന് അരികിലേക്ക് ചെന്ന് റിലാക്സ് സാർ, എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കേ. അല്ല സിദ്ധാർത്ഥെ, ഇന്ന് എനിക്ക് നോയമ്പാ, ഞാനൊരു വ്രതശുദ്ധിയോടെ ജീവിക്കുന്നയാളാ, കണ്ടില്ലേ എന്റെ ദേഹത്തെല്ലാം നോൺ വെജ് ആക്കിയിരിക്കുന്നു MD ദേഷ്യത്തോടെ പറയേ. അവന്റെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിയതല്ലേ, അവൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ലോ, അത് വിട്ടേക്കെന്ന് സിദ്ധാർത്ഥ് MDയെ സമാധാനിപ്പിച്ച് ആ സ്റ്റാഫിനോടും സോറി പറയുക. അതുകൾക്ക് MDയും ദേഷ്യത്തോടെ നീ എന്തിനാ അവനോട് സോറി പറയുന്നത്, അവന്റെ കയ്യിലല്ലേ തെറ്റെന്ന് ചോദിക്കേ. അതല്ല സാർ, നിങ്ങളുടെ കയ്യിൽ തന്നെയാ തെറ്റുള്ളത്, നിങ്ങൾ എന്തായാലും സോറി ചോദിക്കില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ സോറി പറഞ്ഞതെന്ന് പറഞ്ഞ് MDയോടായി. ആരെയും തെറി വിളിക്കാനുള്ള അവകാശമൊന്നും നമുക്കില്ല, അത്രയുള്ളൂ, കഴിക്കെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആ സ്റ്റാഫിനോടും സോറി പറഞ്ഞ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, കഴിക്കുന്നതിനിടയിൽ ക്ലീൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുക. അവനും സോറി സാർ എന്ന് പറയും. ശരി പോയിക്കോ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞുവിട്ട് എല്ലാവരോടും ഇരുന്ന് കഴിക്കാനായി പറയുന്നുണ്ട് സിദ്ധാർത്ഥ്. പിന്നീട് സുധീഷ് നിധിയുടെ കമ്പനിയിലെത്തുകയാണ്. അവിടെ സെക്യൂരിറ്റിയെ കണ്ട് സുധീഷ് തന്റെ മൊബൈൽ എടുത്ത് നിധിയെ വിളിക്കുന്നുണ്ടെങ്കിലും സുധീഷിന്റെ കോളാണെന്ന് കണ്ട് നിധിയും ആ കോൾ എടുക്കാതിരിക്കുക. വീണ്ടും അവൻ നിധിയുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ആ കോൾ കട്ട് ചെയ്ത് ജോലി തുടരുകയാണ്. സുധീഷും ദേഷ്യത്തോടെ ആ സെക്യൂരിറ്റിയോട് അനുവാദം വാങ്ങി കമ്പനിയിലേക്ക് കയറിപ്പോവുകയാണ്. സുധീഷും ആ കമ്പനിയിലേക്ക് കയറി ചെന്ന് വലിയ കമ്പനിയാണല്ലോ എന്ന് പറഞ്ഞ് അവിടെ കണ്ട ഒരു സ്റ്റാഫിനോട് ഈ ഓഫീസിൽ നിധി എന്ന ഒരു സ്റ്റാഫ് ജോലി ചെയ്യുന്നില്ലേ, അവൾ എവിടെയാന്ന് ചോദിക്കേ.
അതെ, നേരെ നടന്നു ചെന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ കാണാമെന്ന് അയാളും പറയുകയാണ്. സുധീഷ് അവന് താങ്ക്സ് പറഞ്ഞ് ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നിധിയെ കാണുന്നുണ്ട്. അവളും ജോലിക്കിടയിൽ തിരിഞ്ഞു നോക്കേ അവിടെ നിൽക്കുന്ന സുധീഷിനെ കണ്ട് ഒരു ഞെട്ടലോടെ ആ ചെയറിൽ നിന്ന് എഴുന്നേൽക്കുകയാ. നിധി അവൻ അരികിലേക്ക് നടന്നു ചെന്ന് എന്തു പറ്റി, എന്താ സുധീഷ് ഇവിടെ എന്ന് ചോദിക്കേ. ഒന്നുമില്ല, നിധി ഇവിടെ ഓക്കെ അല്ലേ എന്ന് സുധീഷും ചോദിക്കുക. ഓക്കെയാണ്. സുധീഷ് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അവൻ ചുറ്റുപാട് നോക്കി ഇവിടെ നിധി ആരെങ്കിലും തെറി വിളിച്ചോ എന്ന് ചോദിക്കുന്നത് കേൾക്കേ ബാക്കിയുള്ള സ്റ്റാഫുകളും അവനെ ശ്രദ്ധിക്കുക. അത് കേട്ട് നിധിയും ഒന്നും മിണ്ടാതെ നിൽക്കെ ആരാണവൻ എന്ന് ചോദിക്കേ. ആരും തെറി വിളിച്ചില്ലല്ലോ എന്ന് നിധിയും. ഞാൻ കേട്ടതാണ്, നിധിയോട് ആരോ അറിവും വിവരവും ഒന്നും ഇല്ല എന്ന് ചോദിച്ചു എന്നവൻ പറയുന്നത് കേൾക്കെ നിധിയും എന്തു പറയണമെന്നറിയാതെ ടെൻഷനോടെ തലകുനിച്ച് നിൽക്കുകയാ. പറ നിധി, ആരായിരുന്നു അതെന്ന് സുധീഷ് ചോദിക്കേ. അത് വിട്ടേക്ക് സുധീഷേ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, പ്ലീസ് ഒന്ന് പുറത്തേക്ക് പോകാമോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. സുധീഷ് ദേഷ്യത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കെ. ആരാ നിധി അതെന്ന് ചോദിച്ച് MD അങ്ങോട്ട് വരികയാണ്. ഒരു മനസ്സുമില്ലാതെ ഓഫീസിലേക്ക് കയറി വന്ന് അവരുമായി വഴക്കുണ്ടാക്കുന്നു. ഇതാരാ, നിന്റെ ബോയ് ഫ്രണ്ട് ആണോ? ഇങ്ങനെയുള്ള പേഴ്സണൽ കോൺവെർസേഷൻസ് ഒന്നും ഓഫീസിനുള്ളിൽ വെച്ച് നടത്താൻ പാടില്ലെന്ന് അറിയില്ലേ എന്നയാൾ ചോദിക്കുന്നത് കേൾക്കെ. ഓ, ഇയാളാണല്ലേ നിധിയെ തെറി വിളിച്ചതെന്ന് സുധീഷും ചോദിക്കുക. സുധീഷ് ദേഷ്യത്തോടെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് നടന്നു ചെന്ന് എന്താ സാറേ ഇത്, നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് തെറി വിളിക്കുകയാണോ? എന്താ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചോ എന്നൊക്കെ ചോദിക്കേ. സുധീഷെ മിണ്ടാതിരിക്കുന്ന നിധിയും തടയുന്നു. ഞാൻ ഇവിടെ ഉണ്ട് സർ. എന്തിനാ നിധിയെ ഇയാൾ അറിവില്ലാത്തവളെന്ന് വിളിച്ചത് എന്ന് സുധീഷ് വീണ്ടും ചോദിക്കുന്നവർക്ക് സുധീഷെ ഒന്ന് മിണ്ടാതിരിക്കാമോ എന്ന് നിധിയും പറയുന്നുണ്ട്. അന്ന് ഓഫീസിൽ ഒരുത്തൻ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, അതും ഇവനാണോ? എനിക്കറിയാം, അതും ഈ സാറ് തന്നെയാ. എന്താ സാറേ എല്ലാ സ്റ്റാഫുകളുടെയും മുന്നിൽ വെച്ച് അറിവില്ലെന്ന് ചോദിക്കുന്നു? അങ്ങനെ ചോദിക്കുന്നതും ഒരു നല്ല മാനേഴ്സ് ആണോ സാർ എന്ന് സുധീഷ് ചോദിക്കേ. ഹലോ, ആരാണ് നിങ്ങൾ? ഞാൻ അങ്ങനെ പറഞ്ഞതിന് പിന്നിലെ സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് സുധീഷിനോടായി ചോദിച്ച് നിധിയോടായി നിധി വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കുന്നുണ്ട് ആ സാറും. സോറി സാർ എന്ന് ടെൻഷനോടെ നിധി പറയേ. എന്ത് സോറി, ഇങ്ങനെ ആളെ കൂട്ടിക്കൊണ്ടുവന്ന് വരട്ടുകയാണ് എന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കേ. ഇല്ല സാർ, അങ്ങനെയൊന്നുമില്ല, ഇദ്ദേഹം എന്തോ തെറ്റിദ്ധാരണയോടെ വന്നതാ. ഐ എം സോറി സാർ എന്ന് നിധി വീണ്ടും പറയേ. സുധീഷും ദേഷ്യത്തോടെ നിധി എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ സോറി പറയുന്നത്? അവൾ വിളിച്ചിട്ടൊന്നുമല്ല ഞാൻ വന്നത്. നിങ്ങൾ തെറി വിളിക്കുന്നത് ഞാൻ ഫോണിലൂടെ കേട്ടിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ആ രീതിയിലെല്ലാം സംസാരിക്കാൻ പാടുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുക. നിധി, ദിസ് ഈസ് ടു മച്ച്. എന്റെ ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്. ആദ്യം എന്നോട് പുറത്തിറങ്ങി പോവാൻ പറ എന്ന് അദ്ദേഹം പറയുമ്പോഴേക്കും സിദ്ധാർത്ഥും അങ്ങോട്ട് വരിക. ഇല്ലെങ്കിൽ എന്തു ചെയ്യും സാർ? എന്തു ചെയ്യുമെന്നാ ചോദിച്ചത്? നിങ്ങൾ പറഞ്ഞതെല്ലാം കറക്റ്റ് ആയിരുന്നു. എന്തിനാ ഇവളോട് അറിവില്ലെന്നൊക്കെ ചോദിച്ചത് എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ അങ്ങോട്ട് വന്ന സിദ്ധാർത്ഥും ഏയ് നിധി, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? ഇയാൾ ആരാ എന്ന് ചോദിക്കേ. സോറി സിദ്ധാർത്ഥ് സാർ, ഞാൻ വിളിച്ചുകൊണ്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ് സുധീഷെ ഒന്ന് വാ എന്ന് പറയുന്നുണ്ട്. ഒരു നിമിഷം നിൽക്കുന്നിധി, നീ എന്തിനാ പേടിക്കുന്നത്? നീ സാലറി വാങ്ങുന്നുണ്ടെന്ന് കരുതി ഇവരുടെ അടിമയായി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് സുധീഷ് വീണ്ടും ദേഷ്യത്തോടെ പറയേ. അങ്ങനെയൊന്നുമില്ല സുധീഷെ, പ്ലീസ് എന്ന് പറഞ്ഞ് സുധീഷിനെ പിടിച്ചു വലിക്കേ. നിൽക്ക് നിധി, ചോദിക്കട്ടെ എന്ന് സുധീഷും പറയുന്നുണ്ടെങ്കിലും അവൾ അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാ. പോകുന്നതിനിടയിൽ സുധീഷും വിളിച്ച് പറയുന്നുണ്ട്, ഇനി മുതൽ തെറി വിളിക്കുമ്പോൾ സൂക്ഷിച്ചോ. നിധിക്ക് ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതിയോ? ഞാൻ വരും, സൂക്ഷിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോവുക. അവൾ സുധീഷിനെ ഓഫീസിന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും സുധീഷും വിട് നിധി എന്ന് പറഞ്ഞ് തന്റെ കൈവിടിവിച്ച് അയാളെ നിധി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, ഞാൻ നോക്കിക്കോളാമെന്ന് അവൻ പറയേ. മണ്ണാൻ കട്ടയാ, നിങ്ങൾക്കറിയാമോ എന്താ നടന്നതെന്ന്? ആ സാർ വേറൊരുത്തനെയാ തെറി വിളിച്ചത്, അതെന്നെയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നു എന്ന് നിധി ചോദിക്കേ. ഇല്ല നിധി കള്ളം പറയുകയാണെന്ന് സുധീഷും. ഇന്നലെ കൂടി നിധി പറഞ്ഞതല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. എന്താ പറഞ്ഞത്? ഇങ്ങനെ ഓഫീസിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ പറഞ്ഞോ എന്ന് നിധിയും. പ്ലീസ് ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഇനി മുതൽ ഈ ഓഫീസിന്റെ പരിസരത്തെങ്ങാനും സുധീഷിനെ കണ്ടാലുണ്ടല്ലോ ഇറങ്ങിപ്പോയെന്ന് നിധി ദേഷ്യത്തോടെ പറയേ. എന്താ നിധി ഇത്? നിധിക്ക് വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് സുധീഷ് ടെൻഷനോടെ പറയേ. എനിക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞോ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കണമെന്ന്? ഇപ്പൊ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കേ. പോവുകയാ നിധി, പോവുകയാ എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും ടെൻഷനോടെ അവിടെ തന്നെ നിൽക്കേ. പോകുന്നില്ലേ എന്ന് നിധി വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കേ. സുധീഷും ദേഷ്യത്തോടെ അവിടെ നിറങ്ങി പോവുകയാ. നിധി വീണ്ടും ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും സിദ്ധാർത്ഥും അവളോടായി ചോദിക്കുന്നുണ്ട്, നിധി ആരാത് ഇങ്ങനെ ഓഫീസിൽ കയറി വന്ന് ബഹളം ഉണ്ടാക്കുന്നു എന്ന് ചോദിക്കേ. നിധിയും കൈകൂപ്പി സോറി സിദ്ധാർത്ഥ് സാർ എന്ന് പറഞ്ഞ് എല്ലാവരോടുമായി സോറി പറയുന്നുണ്ട്. സുധീഷ് എന്റെ ഒരു റിലേറ്റീവ് ആണ്. താൻ ജോലിക്ക് പോകുന്നതിനെ വീട്ടുകാർ മുഴുവൻ എതിർത്തപ്പോഴും എന്റെ കൂടെ എന്റെ ആഗ്രഹം സാധിക്കാനായി നിന്നത് സുധീഷാണ്. സുധീഷനെ വിളിച്ച സമയത്തായിരുന്നു സാർ ആ സ്റ്റാഫിനെ തെറി വിളിച്ചുകൊണ്ടിരുന്നത്. അത് എന്നോടാണെന്ന് തെറ്റിദ്ധരിച്ചാണ് സുധീഷ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെയുണ്ടായാലും അതിനെ ഇങ്ങോട്ട് കയറി വന്ന് ബഹളമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഐ ആം എക്സ്ട്രീംലി സോറി എന്ന് നിധി പറയേ.
എന്താ നിധി സ്കൂൾ കുട്ടികളെ പോലെ വീട്ടിൽ നിന്ന് ആളുകളെല്ലാം കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് ഒരു സ്റ്റാഫും ചോദിക്കുന്നുണ്ട്. അവനും സോറി പറഞ്ഞ് സിദ്ധാർത്ഥിനോടായി, സോറി സിദ്ധാർത്ഥ് സർ, ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല, തെറ്റായി എടുക്കല്ലേ എന്ന് പറയേ. സിദ്ധാർത്ഥം, ഇറ്റ്സ് ഓൾ റൈറ്റ്, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓഫീസിൽ നടക്കാതെ ശ്രദ്ധിക്കണം എന്ന് പറയേ ടെൻഷനോടെ. ഷുവർ എന്ന് ഉറപ്പു നൽകുകയാ നിധി. എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നേ, ജോലി ചെയ്യുന്ന പറഞ്ഞ് സിദ്ധാർത്ഥ അവിടെ നിന്ന് പോകുമ്പോഴേക്കും നിധിയും ടെൻഷനോടെ തന്റെ സീറ്റിലേക്ക് വന്നിരിക്കുക. അവിടെ ഹരീഷിന്റെ മെക്കാനിക്കൽ ഷോപ്പിലേക്ക് വീണ്ടും നീതു എത്തുകയാ. അവിടെ ജോലി ചെയ്ത് നിൽക്കുന്ന ഹരീഷിനെ കാണേ, സാർ ഇപ്പോഴും നല്ല ദേഷ്യത്തിൽ തന്നെയാണല്ലോ, എങ്ങനെയൊന്ന് മെരുക്കിയെടുക്കുക എന്ന് പറഞ്ഞ് നീതു ഹരീഷിന്റെ അരികിലേക്ക് ചെന്ന് അവിടെയുള്ള ഒരു ചെയറിലിരിക്കുമ്പോഴേ, എപ്പോഴും ആ സ്കൂട്ടിയും തള്ളിക്കൊണ്ടാണല്ലോ വരവ്, ഇന്ന് നീ തനിച്ചാണോ വന്നതെന്ന് ടിറ്റോയും ചോദിക്കുന്നുണ്ട്. ആ വണ്ടി ഇടയ്ക്കിടെ ഓഫാവുന്നുണ്ടെന്നും വഴിയിൽ കിടക്കുകയാണെന്നും ഇവിടുത്തെ മെക്കാനിക്ക് ശരിയല്ലെന്നും വേറൊരു മെക്കാനിക്കിന്റെ അടുത്ത് കൊടുക്കണമെന്നും നീതു പറയേ. ഹരീഷും ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതെ നിൽപ്പാ. അത് കേൾക്കെ ടിറ്റോയും പറയുന്നുണ്ട്, നീതു, ഹരീഷേട്ടന്റെ കഴിവിനെ പുച്ഛിക്കരുത്, ഇതുവരെ ഹരീഷേട്ടൻ നന്നാക്കിയ ഒരു വണ്ടിയും കേടായി, നിന്റെ വണ്ടി എത്ര കാര്യമായിട്ടാ ഹരീഷേട്ടൻ നന്നാക്കിയതെന്ന് അറിയാമോ, എന്നിട്ടും ആ വണ്ടിക്ക് പ്രശ്നമുണ്ടെന്ന് പറയുന്നത് ഇത്തിരി ഓവറല്ലേ എന്നിട്ടോ ചോദിക്കേ. നിനക്ക് വേറെ ജോലിയില്ല ടിറ്റോ, ഇവളെന്തോ പിച്ചും പേയും പറയുക, പോയി ജോലി ചെയ്യുന്ന ഹരീഷ് പറയുന്നത് കേൾക്കെ. ഹലോ, ഞാൻ പിച്ചും പേയും പറയുന്നെന്നോ, സത്യമായിട്ടും എന്റെ വണ്ടി ഓണാവുന്നി, വീട്ടിനരികെ വണ്ടി വെച്ച് ഇത്രയും ദൂരം നടന്നാ വന്നു, എന്റെ ഫ്രണ്ടിനെ വീട്ടിലേക്ക് പോണം, ഇതിൽ കൂടുതൽ ഇനി എനിക്ക് നടക്കാൻ വയ്യ, ടിറ്റോ നിന്റെ മെക്കാനിക്കിനോട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറ എന്ന് നീതു പറയേ. ഏയ്, ഞാനെന്തിനെ നിന്നെ ഡ്രോപ്പ് ചെയ്യണം, ഇത്ര നാളും ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടാണോ നീ പോയിരുന്നത് എന്ന് ഹരീഷ് ചോദിക്കേ. ഇയാള് വണ്ടി നല്ല പോലെ നന്നാക്കണമായിരുന്നു, വണ്ടി ഉണ്ടായിരുന്നേൽ ഞാൻ എന്റെ വണ്ടിയിൽ തന്നെ പോകുമായിരുന്നു, വണ്ടി ഇപ്പോ ഓണാവുന്നില്ല, നീയല്ലേ അതിന് കാരണം, അപ്പോ നീ തന്നെ ഡ്രോപ്പ് ചെയ്യണമെന്ന് നീതു പോവും. ഇത് നോക്ക് നീതു, എന്റെ വണ്ടിയിൽ നിന്നെ കയറ്റാനൊന്നും പറ്റില്ല, ആരെങ്കിലും കണ്ട് നിന്റെ വീട്ടിൽ അറിയിച്ച എന്നെ ശരിയാക്കാൻ എന്ന് ഹരീഷ് ചോദിക്കേ. അയ്യയ്യേ, എന്താ ടിറ്റോ ഇത്, കണ്ടാ വലിയ ധൈര്യവാനാ, ഇപ്പോ എന്റെ വീട്ടിലെ ആളുകളെ പേടിയാണെന്ന് പറയുന്നു എന്നവൾ പറയേ. ഹരീഷിട്ടൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ, നീതുവിന്റെ അച്ഛൻ കണ്ട അത് വലിയ പ്രശ്നമാവില്ലേ, നീ ഇവിടെ വന്നിരുന്നത് സംസാരിക്കുന്നത് കണ്ടിട്ട് തന്നെ നിന്റെ അച്ഛൻ അന്ന് പൊതിരെ തല്ലി കൂട്ടിക്കൊണ്ടു പോയത് ഓർമ്മയില്ലേ എന്നിട്ടോ ചോദിക്കേ. എന്നിട്ടും ഞാൻ അടുത്ത ദിവസം തന്നെ ഇങ്ങോട്ട് വന്നില്ലേ, ഇവന് മാത്രം എന്നോട് സ്നേഹമില്ല, ഇപ്പോഴേ ഇങ്ങനെ പേടിച്ചാ ഇനി എന്തൊക്കെ പേടിക്കാൻ കിടക്കുന്നു, കല്യാണത്തിനൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതെല്ലാം ഫേസ് ചെയ്യണ്ടേ, ഹരീഷ് ഒരു ധൈര്യവാനെന്നാ ഞാൻ വിചാരിച്ചേ എന്നൊന്നും ഇത് പറയേ. എടാ ഇറങ്ങി പോവാൻ പറയടാ, ട്രാപ്പിലൊന്നും വീഴ്ത്താൻ നോക്കേണ്ടെന്ന് ഹരീഷും. അതെങ്ങനെ പറ്റും, എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോണം, അത്രയും ദൂരം നടക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ, നീ നിന്റെ ജോലി തീർത്തിട്ട് വാ, അത്രയും സമയം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം എന്നൊന്നും ഇത് പറയുമ്പോഴേക്കും ഹരീഷെ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ഒരു ചേട്ടൻ വണ്ടിയുമായി അങ്ങോട്ട് വരികയാ. ഹരീഷ് ആ വണ്ടി ചെന്ന് നോക്കുമ്പോഴേക്കും ആ ചേട്ടനും മനസ്സിൽ പറയുന്നുണ്ട്, ഈ പെണ്ണെന്താ ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നെന്ന്. അയാൾ സംശയത്തോടെ വീണ്ടും നീതുവിനെ നോക്കി, നീതുവും അയാളെ നോക്കി പുഞ്ചിരിക്കുകയാണ്. എന്തോ കാര്യമായി ഉണ്ടല്ലോ എന്ന് സംശയത്തോടെ വീണ്ടും അവളെ തന്നെ നോക്കി നിൽക്കുകയാ അയാൾ. വണ്ടി ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഹരീഷ് അയാളെ വിളിക്കുന്നുണ്ടെങ്കിലും ആ ചേട്ടൻ നിധിയെ സംശയത്തോടെ നോക്കി നിൽപ്പായിരുന്നു. ഹരീഷ് വീണ്ടും വീണ്ടും വിളിക്കെ ഒരു ഞെട്ടലോടെ ആ ചേട്ടനും വിളികൾക്ക് വണ്ടിയുടെ ബ്രേക്ക് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, എടുത്തോണ്ട് പോ എന്ന് ഹരീഷും പറയുക. എത്ര ക്യാഷ് ആയെന്ന് അയാൾ ചോദിക്കേ. ക്യാഷ് ഒന്നും വേണ്ട, വണ്ടി കൊണ്ടുപോയിക്കോ എന്ന് ഹരീഷും. ആ ചേട്ടൻ നീതുവിനെ വീണ്ടും സംശയത്തോടെ നോക്കിക്കൊണ്ട് തന്റെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. അയാൾ പോയി കഴിയുമ്പോഴേക്കും ഹരീഷും ദേഷ്യത്തോടെ സ്പാനർ തറയിലേക്ക് എറിഞ്ഞ് വരുന്നവരും പോകുന്നവരുമെല്ലാം സംശയത്തോടെ നോക്കുന്നത് കണ്ടോ, നീ വേഗം പോവാൻ നോക്ക്, എഴുന്നേൽക്കടിയെന്ന് നീതുവിനെ വഴക്കു പറയേ. എങ്കിൽ എന്നെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്ന നീതുവും. ഹരീഷും ദേഷ്യത്തോടെ വന്ന് തുലയ്ക്കെന്ന് പറഞ്ഞ് തന്റെ വണ്ടി എടുക്കാൻ പോകുമ്പോഴേക്കും നീതുവും സന്തോഷത്തോടെ അവന്റെ പുറകെ ചെല്ലുകയാണ്. ഹരീഷ് വണ്ടിയിലേക്ക് കയറുമ്പോഴേക്കും നീതുവും കയറി പുറകിലിരിക്കുന്നുണ്ട്. എവിടെയാ നിന്റെ ഫ്രണ്ടിന്റെ വീടെന്ന് ഹരീഷ് ചോദിക്കേ. നീ വണ്ടി എടുക്ക്, ഞാൻ പറയാമെന്ന് നീതുവും. ടിറ്റോയോട് കട നോക്കണേന്ന് വിളിച്ചു പറഞ്ഞ് ഹരീഷ് അവളെയും കൊണ്ട് പോവുകയാണ്. നീതുവും സന്തോഷത്തോടെ അവന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യേ. അവളുടെ വീട് എവിടെയാന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. നേരെ പോയി സെക്കൻഡ് റൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്ത് അവൾ പ്രണയപൂർവ്വം അവന്റെ തോളത്ത് കൈവയ്ക്കുമ്പോഴേക്കും ഏയ് എന്താ നീ ചെയ്യണേ, കൈ എടുക്കുന്ന ഹരീഷും. എങ്ങനെ ഇരുന്നിട്ട് നടുവേദനിക്കുന്നു, എങ്ങനെ പിടിക്കാതിരിക്കുമെന്ന് നീതു ചോദിക്കും. പിൻവശത്തെ കമ്പിയില്ലേ, അതിൽ പിടിക്കുന്ന ഹരീഷും. കമ്പിയിൽ പിടിച്ചാൽ എന്റെ കൈ വേദനിക്കുമെന്ന് പറഞ്ഞ് നീതു അവനെ പുറകിലൂടെ ചുറ്റി പിടിക്കുക. ആകെ വെപ്രാളത്തോടെ ഹരീഷും എടുക്കടി കയ്യ്, എല്ലാവരും ശ്രദ്ധിക്കുന്നു, കൈ എടുക്കെന്ന് പറഞ്ഞ് കൈ വിടുവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും കാണട്ടെ, എനിക്കെന്താ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും ചുറ്റി പിടിക്കുക. വീണ്ടും അവൻ കൈ വിടുവിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ധൈര്യമുള്ള ആളാണെന്നല്ല വിചാരിച്ചത്, ഇത്ര പേടി എന്താ നിനക്ക് എന്ന് നീ ചോദിക്കേ. ഏയ് വെറുതെ വീണ്ടും അത് തന്നെ പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല എന്ന് ഹരീഷ് പറയേ. അപ്പോ ചുമ്മാതിരിക്കേ, ഞാൻ ഇങ്ങനെ തന്നെ പിടിക്കുമെന്ന് പറഞ്ഞ് അവൾ അവന്റെ വയറിൽ ചുറ്റിപ്പിടിച്ച് മുഖം തോളിലേക്ക് ചായച്ചിരിക്കുക. ആകെ പരവേശത്തോടെയും വെപ്രാളത്തോടെയും വണ്ടി ഒടിച്ചു പോവുകയാ ഹരീഷും. പിന്നീട് രാത്രിയാവുമ്പോൾ ഓഫീസ് കഴിഞ്ഞെത്തുന്ന നിധി
നികേഷിന്റെ കൂടെ വീട്ടിലേക്ക് നടന്നു വരികയാ. അവൾ നികേഷിനോടായി പറയുന്നുണ്ട്, ബസ്സിൽ എന്തൊരു തിരക്കായിരുന്നു. ബസ് ഒരു വശത്തേക്ക് ചെരിഞ്ഞാ പോയിക്കൊണ്ടിരുന്നത്. ആ സൈഡിലേക്ക് ബസ് മറിയുമോ എന്ന് പോലും ഞാൻ പേടിച്ചു പോയി. കണ്ടക്ടർ എത്ര വിളിച്ചു പറഞ്ഞിട്ടും ആളുകൾ ആ സൈഡിൽ നിന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്നത് റിസ്ക് അല്ലേ എന്ന് നിധി ചോദിക്കുക. റിസ്ക് തന്നെയാ എന്ന് നികേഷ് പറയേ. നികേഷും അങ്ങനെ തന്നെയാണല്ലേ പോകുന്നതെന്ന് നിധിയും ചോദിക്കുന്നു. അയ്യോ, എനിക്കതെല്ലാം പേടിയാ. ബസ്സിൽ കയറിയാ ഞാൻ ഉടനെ തന്നെ സെൻട്രൽ പോയി എന്നവൻ പറയേ. ഗുഡ് നികേഷേ, സേഫ്റ്റിയാണല്ലോ നമുക്ക് മുഖ്യമെന്ന് നിധി ഉമ്മറത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന അച്ഛനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് വീടെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയോ? നീ അങ്ങനെ എന്തോ ജോലിക്കല്ലേ പോകുന്നത്? എന്ത് ജോലിയാ? അന്റാർട്ടിക്കയോ എന്നച്ഛൻ ചോദിക്കേ. ആർക്കിടെക്ട് എന്ന് നിധിയും. ഞാനും അതുതന്നെയല്ലേ പറഞ്ഞത്. അപ്പോ വേഗം തന്നെ വീടെല്ലാം ഡിസൈൻ ചെയ്ത് കെട്ടാൻ തുടങ്ങി കാണുമല്ലോ എന്നച്ഛൻ ചോദിക്കേ. ഉറപ്പായും ഈ സ്ഥലവും അച്ഛന്റെ പേരിലേക്ക് എഴുതി വാങ്ങിക്കേ. ഇവിടെ ഒരു നല്ല വീടുണ്ടാക്കാൻ ഒരു സൂപ്പർ ഡിസൈൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞവൾ അകത്തേക്ക് കയറിപ്പോവേ. ഇതെന്റെ വീട് തന്നെയാണല്ലോ, പിന്നെ ഞാനെന്തിനിത് വാങ്ങിക്കണം എന്ന് അച്ഛനും പിറുപിറുക്കുന്നുണ്ട്. അവൾ തളത്തിലേക്ക് എത്തുമ്പോഴേക്കും സുഭാഷ് ഏട്ടനും നിധി അച്ഛനുമായി വെറുതെ എന്തിനാ വഴക്കിടുന്നത്? കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കേ. ശരി, ഞാൻ ഫ്രഷ് ആയി വരാമെന്ന് പറഞ്ഞ് നിധിയും റൂമിലേക്ക് പോവുകയാ. നിധി ഫ്രഷ് ആയി വരുമ്പോഴേക്കും സുഭാഷ് നികേഷിനും നിധിക്കും ചായ കൊണ്ട് കൊടുക്കുകയാ. നിധിക്ക് ബസ്സിൽ പോകുന്നത് ഓക്കെ ആണോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഓക്കെ ആണെന്ന് നിധി. അപ്പോഴേക്കും നികേഷും പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഇന്ന് ബസ്സിൽ നല്ല തിരക്കായിരുന്നു. എഴുതി ഇറങ്ങുന്ന സമയത്ത് ഞാൻ കണ്ടതാ, നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു എന്ന് പറയേ. അയ്യോ, അപ്പം മോള് നിന്നിട്ടാണോ വന്നതെന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കും. ഇല്ല സുഭാഷ് ഏട്ടാ, 2 സ്റ്റോപ്പ് നിന്നിട്ടാ വന്നത്. അപ്പോഴേക്കും സീറ്റ് കിട്ടിയെന്ന് നിധിയും പറയുന്നുണ്ട്. പെട്ടെന്ന് ഇതിനെന്തെങ്കിലും വഴി കണ്ടെത്തണമെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. നോക്കാമെന്ന് നിധിയും. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടെത്തിയ സുധീഷും, അതിനല്ലേ ഞാൻ വഴി പറഞ്ഞത്, ദിവസവും ഞാൻ കൊണ്ടുപോയി വിട്ട് കൂട്ടിക്കൊണ്ടുവരാമെന്ന് കേൾക്കണ്ടേ എന്ന് സുധീഷ് പറയേ. നിധി ദേഷ്യത്തോടെ അവനെ തന്നെ നോക്കി നിൽപ്പാ. സുധീഷും ചിരിയോടെ നിധിയോടായി ചോദിക്കുന്നുണ്ട്, ഇന്ന് ഓഫീസ് ഒന്ന് നടുങ്ങിയല്ലോ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ മാസ് എൻട്രി? ഇനി മുതൽ നിധിയെ ആരും വഴക്കു പറയില്ല. നിധിയെ എല്ലാവർക്കും പേടിയാവും. ഇവളേക്ക് തൊട്ടാൽ ചോദിക്കാൻ ആളുണ്ടാവുമെന്ന ഒരു പേടി ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞവൻ അഭിമാനത്തോടെ നിൽക്കെ. എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. സുഭാഷ് ഏട്ടാ, ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതല്ലേ നിധി ആരോ ഓഫീസിൽ നിന്ന് വഴക്കു പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തെന്ന്. ഇന്നുച്ചയ്ക്ക് ഞാൻ നിധിയെ വിളിച്ചപ്പോഴും അയാൾ പിന്നിൽ നിന്ന് നിധിയെ വഴക്കു പറയുന്നത് ഞാൻ കേട്ടു. എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ അപ്പോൾ തന്നെ നേരെ വണ്ടി വിട്ട് ഓഫീസിലേക്ക് നിധിയെ വഴക്കു പറഞ്ഞവനെ പിടിച്ച് കണക്കിന് കൊടുത്തു എന്നവൻ പറയുന്നത് കേൾക്കേ. എഴുതിയുടെ ഓഫീസിൽ പോയോ എന്ന് നികേഷൻ ചോദിക്കുക. അതെ നികേഷേ, സാർ ഇന്ന് ഓഫീസിൽ വന്നിരുന്നു. എന്തിനു വന്നെന്നോ ഏതിനു വന്നെന്നോ ഒരു ധാരണയുമില്ലാതെ വലിയ ബഹളമുണ്ടാക്കി എന്നവൾ പറയേ. സുധീഷും സന്തോഷത്തോടെ തലകുലുക്കിയത് സമ്മതിക്കുക. അമ്പരപ്പോടെ ഇരിക്കുകയാണ് നികേഷും സുഭാഷുമെല്ലാം. നിധി ഓഫീസിലുള്ളവരെല്ലാം പേടിച്ചു വിറച്ചില്ലേ അക്കാര്യം പറയുന്ന സുധീഷ് പറയേ. വിവരമില്ലേ ഇയാൾക്ക്? ഇത്രയധികം വളർന്നു വലുതായല്ലോ, ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്ന് ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നു എന്ന് നിധി ദേഷ്യത്തോടെ ഒച്ചവെക്കേ. ഉമ്മറത്തിരിക്കുകയായിരുന്ന അച്ഛനും അത് ശ്രദ്ധിക്കുന്നുണ്ട്. ആകെ പരുങ്ങളോടെ നിൽപ്പാണ് സുധീഷും. ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോഴും മനസ്സിലാവാതെ എന്തോ വലിയ കാര്യം സാധിച്ചെടുത്തപോലെ അഭിമാനത്തോടെ പറയുന്നു എന്ന് നിധി ദേഷ്യത്തോടെ പറയേ. അച്ഛനും ഉമ്മറ വാതിൽക്കലേക്ക് എത്തുകയാ. അങ്ങനെ വേണം, അങ്ങനെ തന്നെ ചോദിക്കേ എന്ന് അച്ഛനും പെറുപിറുക്കുന്നുണ്ട്. ഓഫീസിൽ അത്രയും പേരുള്ളപ്പോ അവിടെ വന്ന് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? എന്നോടൊരു വാക്ക് ചോദിച്ചോ? അങ്ങോട്ട് വരാൻ ഇയാൾക്ക് ആരാ അവകാശം തന്നത്? നിങ്ങൾ പിക്കപ്പ് ചെയ്യുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതും വേണ്ടെന്ന് പറഞ്ഞതാ. പിന്നെന്തിനാ ഓഫീസിനുള്ളിലേക്ക് കടന്നു വന്ന് ഇഷ്ടത്തിന് ബഹളമുണ്ടാക്കി? ആരോ എന്തോ വിളിച്ചു പറയുന്നത് കേട്ട് സ്വന്തം ഇഷ്ടത്തിന് കയറി വന്നിരിക്കുക. ആരെയോ തെറി വിളിച്ചത് കേട്ട് അത് എന്നെ തെറി വിളിക്കുകയാണെന്ന് വിചാരിച്ച് ഓഫീസിൽ വന്ന് ബഹളമുണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഇനി എന്നെ തെറി വിളിച്ചതാണെങ്കിലും അതിലെന്താ പ്രശ്നം? നിങ്ങൾ ആരാ എനിക്ക് വേണ്ടി വന്ന് ചോദിക്കാൻ? നിങ്ങൾ കാണിച്ചു കൂട്ടിയ ഈ വിവരമില്ലായ്മയ്ക്ക് എന്റെ ജോലി പോയിരുന്നെങ്കിലോ? അതുപോലും ആലോചിച്ചില്ലേ? കുറച്ചെങ്കിലും കോമൺ സെൻസ് വേണ്ടേ? നിങ്ങൾ അവിടെ ബഹളമുണ്ടാക്കി പോയി. അതിനുശേഷം ഞാൻ അവരെ എങ്ങനെയാ ഫേസ് ചെയ്തതെന്ന് അറിയാമോ? എങ്ങനെയാ പിന്നീട് ജോലി ചെയ്തതെന്ന് അറിയാമോ? ഓ, ഞാൻ ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ നിധി ദേഷ്യത്തോടെ ചോദിക്കേ. അയ്യോ, അങ്ങനെയൊന്നും ഇല്ലെന്ന് സുധീഷ്. പിന്നെ എന്തിനാ നിങ്ങൾ അങ്ങോട്ട് വന്നേന്ന് നിധി ചോദിക്കേ. ഇല്ല നിധി, അത് എന്ന് സുധീഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞിരുന്നു. അവിടെ വന്ന് അത് ഒത്തുതീർപ്പാക്കാൻ ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നു. നിങ്ങൾ തെറ്റിദ്ധരിച്ച് കാണിച്ചു കൂട്ടിയ ആ വിവരക്കേടിനെ ഞാൻ അവരുടെ കാലിൽ പിടിച്ച് സോറി പറഞ്ഞ ഒരു വിധത്തിൽ പിടിച്ചു നിന്നത്. നിങ്ങൾക്കിതെല്ലാം ശീലമാണല്ലോ അല്ലേ എന്ന് നിധി പറയേ. സുധീഷും പറയുന്നുണ്ട്, നിധി വെറുതെ ഓരോന്ന് പറയാതെ. അയാൾ നിധിയെ തന്നെയാ തെറി വിളിച്ചത്. ഞാൻ നല്ലപോലെ കേട്ടതാണല്ലോ. നിധിക്ക് ജോലി ആവശ്യം തന്നെയാ. പക്ഷേ ഇതുപോലെ തെറിവിളെല്ലാം കേട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിധി എന്തു പറഞ്ഞാലും ശരി, അയാളെ ഞാൻ വെറുതെ വിടില്ലെന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയും. നിർത്തടോ എന്ന് നിധിയും ദേഷ്യത്തോടെ വെച്ച് വെക്കുന്നുണ്ട്. സംശയത്തോടെ ചുറ്റും നോക്കി ആരോടാ പറഞ്ഞേ എന്ന് സുധീഷ് ചോദിക്കേ. നിന്നോട് തന്നെ. ഇയാളോട് പറഞ്ഞില്ലേ ഞാൻ എന്നെ തെറി വിളിച്ചില്ലെന്ന്? ക്ലീനിങ് സ്റ്റാഫ് ടേബിൾ ക്ലീൻ ചെയ്യേ വേസ്റ്റ് അയാളുടെ ദേഹത്തേക്ക് തെറിച്ചു. ആ ദേഷ്യത്തിൽ അയാൾ അവനെ വഴക്കു പറഞ്ഞു.
അത് ഇയാൾ തെറ്റിദ്ധരിച്ചത് ഇയാളുടെ തെറ്റ്. അതെന്ത് വേണേലും ആയിക്കോട്ടെ, പക്ഷേ ഇങ്ങനെ ഓഫീസിൽ വന്ന് ബഹളം വെക്കാൻ പാടുണ്ടോ? ഒരു റൗഡിയെ പോലെ ഓഫീസിനുള്ളിലേക്ക് കയറി വന്ന് നിധി ആരാ തെറി വിളിച്ചതെന്ന് ചോദിച്ച് ദേഷ്യത്തോടെ ബഹളം വെക്കുന്നു. ഒന്നും പറയില്ലേ, മിണ്ടാതിരിക്കുന്ന ഞാൻ എത്ര തവണ കഴിഞ്ഞു. അത് കേൾക്കാതെ വീണ്ടും വീണ്ടും ബഹളം ഉണ്ടാക്കുകയല്ലേ ചെയ്തത്? കുറച്ചെങ്കിലും വിവരം വേണ്ടേ എന്നൊക്കെ ചോദിച്ച് സുധീഷിനെ കണക്കിന് വഴക്കു പറയുകയാണ് നിധി. ടെൻഷനോടെയും സങ്കടത്തോടെയും അവളെ തന്നെ നോക്കി നിൽപ്പാ സുധീഷും. സുഭാഷും തലകുനിച്ച് സങ്കടത്തോടെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണേ നിധിയും വഴക്കു മതിയാക്കി, സോറി സുഭാഷേട്ടാ, വലിയ അപമാനമായി പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ജോലിക്ക് കയറി 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഇങ്ങനെയൊരു വിഷയമുണ്ടായ അവർക്ക് എന്നെ വിലയുണ്ടാവുമോ? അവര് വിചാരിച്ചിരുന്നെങ്കിൽ എന്നെ ജോലിയിൽ നിന്ന് എപ്പോഴേ പറഞ്ഞു വിടാമായിരുന്നു. ഇതിനാണോ ഞാൻ തിരുവനന്തപുരത്തേക്ക് ജോലിക്കായി വന്നതെന്ന് നിധി ചോദിക്കേ നികേഷും സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. എന്തിനാ സുധീഷേട്ടാ ഇങ്ങനെയെല്ലാം ചെയ്തത്? എനിക്ക് തന്നെ എന്തോ പോലെ ആവുന്നു. ഏടത്തി ജോലി ചെയ്യുന്ന ഓഫീസിൽ പോയി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നു എന്നവൻ ചോദിക്കേ, അങ്ങനെ ചോദിക്ക് നികേഷ്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി എനിക്ക് ലഭിച്ചത്. അക്കാര്യമെങ്കിലും നമ്മൾ ഓർക്കണ്ടേ? ആളെ കൂട്ടി വന്ന് വിരട്ടുവാണോന്ന് അവരും എന്നോട് ചോദിക്കുക. ഇതെല്ലാം കേൾക്കേണ്ട വല്ല കാര്യവുമുണ്ടോ എനിക്ക് എന്ന് നിധി ചോദിക്കും. നിധി പറഞ്ഞതും ശരിയല്ലേ, നീ അവിടെ പോയി ബഹളം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്ന് സുഭാഷേട്ടനും പറയും. നിധിയും സങ്കടത്തോടെ സുഭാഷേട്ടന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് ചോദിക്കേ, എനിക്ക് മനസ്സിലായി മോളെ എന്ന് സുഭാഷേട്ടനും. വാതിൽക്കൽ ഇതും ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്ന അച്ഛനും അങ്ങനെ തന്നെ ചോദിക്കണം അവനോട്, വാങ്ങിച്ചു കൂട്ടെന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട്. നിധിയും സുഭാഷേട്ടനോടായി ഇയാളെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ റൂമിലേക്ക് കയറി പോവുകയാണ്. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.